ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുമ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചതാണ്. വേറൊന്നല്ല, നമ്മുടെ അടിപൊളി ബീഫ് മന്തിയാണ്. ഞാൻ ബീഫൊക്കെ മസാലയൊക്കെ പുരട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചു. പിന്നെ ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തു. മന്തിൻ്റെ വേവ് ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് ഈ ബീഫൊക്കെ മാറ്റി വെക്കാം. അതിലേക്ക് നമുക്ക് മന്തിക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ടു. ക്യാപ്സിക്കം, സവാളയും മല്ലിയിലയും തക്കാളിയൊക്കെ ആഡ് ചെയ്തു. അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്യാം. ബീഫിൻ്റെ മന്തി നല്ല ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം, നല്ല ടേസ്റ്റാണ്. നല്ലപോലെ പുതിന ഇല ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കുറച്ചധികം പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും അതേപോലെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച ബസ്മതി റൈസില്ലേ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു ലെയർ ഇട്ടു, എന്നിട്ട് കുറച്ച് മസാല അതിൻ്റെ മുകളിലിടാം. എന്നിട്ട് സെക്കൻഡ് ലെയർ ഇടാം. എന്നിട്ട് കുറച്ച് മസാല അതിൻ്റെ മുകളിലിടാം. അങ്ങനെ എല്ലാം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ബസുമതി റൈസ് നമ്മൾ ആദ്യമേ അരിയൊന്ന് കുതിർക്കാൻ വെക്കണം. ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റേ കുതിർക്കാൻ വെച്ചിട്ടുള്ളൂ. അത് കുതിർത്ത് നമ്മൾ ചോറാക്കി വേവിച്ചെടുക്കാം. അപ്പം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിൻ്റെ മുകളിൽ വെച്ച് ചാർക്കോൾ കത്തിച്ച് പുകയിടണം. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിക്കൻ്റെ മന്തിയാണ് ഉണ്ടാക്കാറ്. ഇന്ന് ബീഫ് കിട്ടിയതോടെ ബീഫിൻ്റെ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അടിപൊളി ടേസ്റ്റ് ഉള്ളത് കാരണം ബീഫിൻ്റെ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെറുതെ ഒന്ന് ഷോന് വെക്കുന്നതാണ്, ആരും കഴിക്കുന്നില്ല. ഈ മുളക് നമുക്കിതിൻ്റെ ചാർക്കോളൊന്ന് കത്തിച്ചെടുക്കാം. ഇതിങ്ങനെ നടുവേ വെച്ച് കൊടുത്ത് സ്റ്റീലിൻ്റെ ചെറിയൊരു ബൗളിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ചെറുങ്ങനെ ഒന്ന് ഓയിൽ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല പുക വരും. പുക പുറത്ത് പോകാൻ വിടണ്ട, അതപ്പടെ മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്താൽ നല്ല അടിപൊളി ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ചാർക്കോളിൻ്റെ ബൗളൊന്ന് എടുത്ത് മാറ്റണം. പിന്നെ മുളകുകളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ബീഫ് മന്തിയും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ബീഫ് മന്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന് വേണ്ട മയോണൈസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് ബീഫ് മന്തി, മയോണൈസ്, പിന്നെ ചിക്കൻ ഫ്രൈ ആണുള്ളത്.
അധികമൊക്കെ മസാല ഇടും ചില ആൾക്കാർ. ഞാൻ കുറച്ചേ മസാല ഇട്ടിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മെല്ലനെ ഇളക്കാവും, ചോറൊക്കെ ഉടഞ്ഞു പോവും. നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. എല്ലാവരും ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.